എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ LDCക്കായാലും LGSനായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സാധാരണ പലിശ, കൂട്ടുപലിശ എന്നുള്ളത്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഷോർട്ട് കട്ട് കൂടെ നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോണത് കേട്ടോ. നേരെ വഴി കൂടെ നിങ്ങൾക്ക് ഒരുവിധം അറിയായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന്. പക്ഷെ നമുക്ക് എന്ത് വേണം? ഷോർട്ട് കട്ട് വേണം അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 800 രൂപ 5% നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ പലിശ എത്ര? എങ്ങനെയാണ് പലിശ കണ്ടുപിടിക്കുക? അതായത് I = PNR/100 ആണ് അല്ലെ സാധാരണ പലിശയുടെ വാക്യം. P എന്ന് പറഞ്ഞ മുതലേ, N എന്ന് പറഞ്ഞ കാലം, എത്രയാണോ ഇയർ അത്, റേറ്റ് അതായത് എത്ര പലിശ നിരക്ക് അല്ലെ, റേറ്റ് എന്ന് പറഞ്ഞ R/100 അതാണ് നമുക്ക് പലിശ കണക്കാക്കാനുള്ള വാക്യം. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് വരും? P എന്ന് പറയുന്നത് എന്താണ്? 800 അല്ലെ. N എന്ന് പറയുന്നത് എന്താണ്? കാലം 3. R എന്ന് പറയുന്നത് എന്താണ്? 5%, 5/100. അപ്പൊ ഇവിടെ എന്ത് വരും? 8×5 40, 40 × 3 120 അല്ലേ? ഇതല്ലേ വരിക? അപ്പൊ നിങ്ങൾ എന്താണ്, അതായത് 800ന്റെ 5% × 3 അത്രയല്ലേ നമ്മൾ ഇപ്പൊ ചെയ്തുള്ളൂ. അതായത് 800 × 5/100 അതായത് 40 × 3 വർഷത്തേക്കാണ്. അപ്പോൾ 120 കിട്ടി. ഇതിന് എന്താണ്? PNR/100 എന്നുള്ള ആ വാക്യം തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, 2500 രൂപ 4 വർഷം കൊണ്ട് 3700 ആയി. പലിശ നിരക്ക് എത്ര? എങ്ങനെയാണ് പലിശ നിരക്ക് കാണാ? അതായത് ഇവിടെ പലിശ എന്താ വന്നേക്കണേ? 2500 എന്ന് പറയുന്നത് 3700 ആയി. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? 1200 രൂപയാണ് പലിശ വന്നേക്കണത് അല്ലെ. 1200 രൂപയാണ് പലിശ. ഇനി ആ പലിശ എന്ന് പറയുന്നത് 4 വർഷം കൊണ്ടാണ് ഉണ്ടായിക്കണത്. 2500 രൂപേനെ 2500 × 4 × R/100 എത്രയാണോന്ന് അറിയില്ല. R/100 എന്ന് പറയുന്നത് 1200 ആയി അല്ലെ. അപ്പൊ R എന്ന് പറയുന്നത് എന്താവും? ഇവിടെ 0 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ലേ? അപ്പൊ 1200 × 100 ഇവിടെ വെട്ടിക്കളഞ്ഞു ബൈ 4 × 25. 25 4 എന്ന് പറഞ്ഞാൽ 100 അല്ലേ. അപ്പൊ എന്താവും? 12% എന്നുള്ളതാവും. അപ്പൊ നമുക്ക് വേഗത്തിൽ ആൻസർ കിട്ടും. എന്താണ്? 2500 രൂപ 4 വർഷം കൊണ്ട് 3700 ആയി. പലിശ നിരക്ക് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ 3700ന്റെയും 2500ന്റെയും ഡിഫറൻസ്, അതായത് 1200. 1200 എന്ന് പറയുന്നത് എന്താണ്? 2500ന്റെ 6% 4 × 4 അല്ലേ. അപ്പൊ അത് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അല്ല ചെങ്ങി ഇവിടുന്ന് നമ്മൾ ഇത് ഇട്ട് നോക്കണം. 2500 × 4 × 12 അല്ലെങ്കിൽ 10/100 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതാണോ എന്ന് അറിയാം. അല്ലെങ്കിൽ 12 ഇതെല്ലാം നമുക്ക് ചെയ്തു നോക്കാൻ എളുപ്പമല്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ ചെയ്താൽ വേഗത്തിൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1200 രൂപ 6% നിരക്കിൽ എത്ര വർഷം കൊണ്ട് 1560 രൂപയാകും? അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 360 രൂപയാണ് അല്ലെ. 360 രൂപ 1000, അതായത് PNR/100 എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ P എന്ന് പറയുന്നത് 1200 ആണ്. N എന്ന് പറയുന്നത് വർഷം, അത് നമുക്ക് തന്നിട്ടില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് 6/100. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വന്നു? 360 N = 360 ഡിവൈഡഡ് ബൈ 12 × 6. 6 6 36.
12 60. അപ്പൊ n എന്ന് പറയുന്നത് 5 വർഷമല്ലേ? അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തുക 8% നിരക്കിൽ 2 വർഷം കൊണ്ട് 1160 രൂപയായി. മൂലധനം എത്ര? അതായത് ഒരു തുക അല്ലെ, പി എന്ന് തന്നുണ്ട് ഒരു തുക, അത് 8% നിരക്കിൽ 8/100, അത് റേറ്റ്. n എന്ന് പറയുന്നത് എത്രയാണ്? 2 വർഷം. അത് എത്ര രൂപയായി എന്ന് പറഞ്ഞ? 1160 രൂപയായി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 1160 രൂപയാവണം. അപ്പൊ നമുക്ക് എന്താവണം? 1160 രൂപയാവണം. അത് മൂലധനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്ന് എടുക്കാണ്, ഓപ്ഷനിൽ നിന്ന് എടുക്കാണ് നല്ലത്. പി 900 നോക്കിയിട്ട് വെച്ചെങ്കിൽ എന്താവും? 89 72 72 2 വരിക. അപ്പൊ അതല്ല, 1000 ആണ് വെച്ചെങ്കിലോ 1000ന്റെ 8% എന്ന് പറഞ്ഞാൽ എത്രയാവും? 80 രൂപയാവും. ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാവും? 160 രൂപ. അപ്പൊ 160 രൂപയാണ്. അപ്പൊ 1000 പ്ലസ് 160 കൂട്ടിയ 1160 ആയി. അപ്പൊ ഏതാണ് ആൻസർ? 1000 രൂപ എന്നുള്ളതാണ് ആൻസർ. അതായത് 2 വർഷത്തേക്ക് 8% എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ 16% ആയി അല്ലെ. ഒരു വർഷം, ആദ്യത്തെ വർഷം 8%, പിന്നത്തെ വർഷം 8%. അപ്പൊ 16% ആവണം അല്ലെ. 16% ആവുമ്പോ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താവും? അതായത് 116% ആവും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ആൻസർ കിട്ടും? 100% എന്നുള്ളത് 1000 ആണെന്ന് കിട്ടും. അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല വെച്ചെങ്കിൽ നമ്മൾ ഓരോ ഓപ്ഷനും ഇട്ട് നോക്കുക, അപ്പോഴും അതിന്റെ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5000 രൂപ 2 വർഷത്തേക്ക് 4%, 3 വർഷത്തേക്ക് 5% നിരക്കിൽ നിക്ഷേപിച്ചു. ആകെ പലിശ എത്ര? 4% 2 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എത്ര ശതമാനമായി? 8% അല്ലെ. ഇനി 3 വർഷം 5% എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായി? 15% അല്ലെ. 15% അപ്പൊ ടോട്ടൽ എത്ര ശതമാനമായി? 15 8 23% അല്ലെ. അപ്പൊ 23%, 5000ന്റെ 23% നമ്മൾ കണ്ടാ പോരെ? 5000 ഇൻറ്റു 23/100. അത് എത്രയാണ് വരിക? 0 വരും. 3 5 15, 1 2 5 10, 1 15, 1150 രൂപ. അപ്പൊ വേഗത്തിൽ കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. കാരണം 2 വർഷത്തേക്ക് 4% എന്ന് പറഞ്ഞാൽ 2 × 4 8% ആയി. 3 വർഷത്തേക്ക് 5% എന്ന് പറഞ്ഞാൽ 3 × 5 15% ആയി. അപ്പൊ രണ്ടും കൂടി കൂട്ടി എത്ര ശതമാനമായി? 23% ആയി. അപ്പൊ 5000ന്റെ 23% കണ്ടാ പോരെ? അപ്പൊ നമുക്ക് പലിശ കിട്ടില്ലേ? അതാണ് 1150 രൂപ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് കൂട്ടുപലിശ എന്നുള്ള ഭാഗത്ത് നിന്നുള്ളതാണ്. 1000 രൂപ 10% നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എത്ര? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് 2 വർഷത്തെ കൂട്ടുപലിശയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒന്നാമത്തെ വർഷം എത്ര കിട്ടും? 1000ന്റെ 10% ആണ് ഒന്നാമത്തെ വർഷം കിട്ടുക അല്ലെ. അത് എത്രയാണ്? 1000ന്റെ 10% എന്ന് പറഞ്ഞാൽ 100 അല്ലെ. ആദ്യത്തെ ഇയർ 100 രൂപ കിട്ടും. പിന്നത്തെ ഇയറും ഈ 100 രൂപ കിട്ടും. പിന്നെ എന്ത് കിട്ടും? 100ന്റെ 10% കൂടിയും കിട്ടും അല്ലെ. അതായത് 10 രൂപയും കൂടിയും കിട്ടും. അപ്പൊ ആദ്യത്തെ വർഷം 100 കിട്ടും. പിന്നത്തെ വർഷം എന്ത് കിട്ടും? 100 + 10 110 കിട്ടും. അപ്പൊ എത്രയായി? 210 രൂപയാണ് കൂട്ടുപലിശയായിട്ട് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
5000 രൂപ 8% നിരക്കിൽ ഒരു വർഷം അർദ്ധവാർഷിക കൂട്ടുപലിശ കണക്കാക്കിയാൽ തുക എത്ര? നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ഇയർലി ആയിട്ടാണ് പലിശ കണക്കാക്കണത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഈ 8% എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് അല്ലെ. അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താക്കണം? ബൈ 2 ചെയ്യണം. അപ്പൊ 4% നിരക്ക് ചെയ്യേണ്ടത് അല്ലെ. 4% റേറ്റ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷം അർദ്ധവാർഷിക കൂട്ടുപലിശ. ഒരു വർഷമാണ് വെച്ചെങ്കിൽ 2 അർദ്ധവാർഷികങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താ വരും? 2 എന്ന് വരും. അപ്പൊ നമുക്ക് എന്താണ് കൂട്ടുപലിശ കണക്കാക്കിയാൽ തുകയാണ് കണ്ടത്. പി ഇൻറ്റു 1 പ്ലസ് R/100 ഹോൾ റേസ് ടു n അല്ലെ. ഇത് എത്രയാണ് വരിക? പി എന്ന് പറയുന്നത് 5000 ഇൻറ്റു 1 പ്ലസ് R/100 എന്ന് പറയുന്നത് 4/100 ഹോൾ റേസ് ടു 2. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു അർദ്ധവാർഷികാണെന്ന്. അതുകൊണ്ടാണ് ഇതിനെ പകുതിയാക്കി ഇതിനെ എന്താക്കി? ഡബിൾ ആക്കി അല്ലെ. അപ്പൊ ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നാൽ നമുക്ക് എന്താണ്? 104/100 അതായത് 1.04 ഹോൾ സ്ക്വയർ വരും. 5000 ഇൻറ്റു 1.04 ഹോൾ സ്ക്വയർ. അപ്പൊ അതിന്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്താണ്? 5408 രൂപ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തുക 2 വർഷം കൊണ്ട് 10% നിരക്കിൽ 1331 രൂപയായി. മൂലധനം എത്ര? എങ്ങനെയാ നമുക്ക് കാണാൻ പറ്റുക? അതായത് ഈ 1331 എന്ന് പറയുന്നത് നമുക്കറിയാം അത് 11 ക്യൂബാണ് അല്ലെ. 11 ക്യൂബാണ് 1331 എന്നുള്ളത്. 10% ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 10 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മൂലധനം എത്രയാവും എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒരു തുക 2 വർഷം കൊണ്ട് 10% നിരക്കിൽ 1331 രൂപയായി. അതായത് A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R/100 ഹോൾ റേസ് ടു n എന്ന് പറയണത് എത്രയായി? 1331 രൂപ. അപ്പൊ പി എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്ത് വരും? 1 പ്ലസ് 10/100 ഹോൾ റേസ് ടു 2 അല്ലെ. ഇത് എത്രയാ വരാ? 110/100 ഹോൾ സ്ക്വയർ അല്ലെ. പി ഈക്വൽ ടു അപ്പൊ എന്ത് വരും? 1331 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 110. അപ്പൊ ഈ 2 0 ക്യാൻസൽ ചെയ്ത് പോയില്ലേ? 11 ക്യൂബാണ് 1331. അപ്പൊ ഇവിടെ 2 11 പോയി, ഒരു 11 മാത്രമായി. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1100 രൂപ എന്ന് കിട്ടും. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2000 രൂപ 5% നിരക്കിൽ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടി, അതായത് 2 വർഷമാണ് വെച്ചെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പി ഇൻറ്റു R/100 ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. R/100 സ്ക്വയർ ഇത് ചെയ്താൽ മതി. അതായത് പി ഇവിടെ എന്താണ്? 2000 രൂപ. 2 വർഷം എന്നുള്ളതാണ് വെച്ചെങ്കിൽ, 2 വർഷമാണ് വെച്ചെങ്കിൽ മാത്രമാണ് ഈ ഒരു വാക്യം കേട്ടോ. പി ഇൻറ്റു R/100 ഹോൾ സ്ക്വയർ എന്നുള്ളത്. 2000 ഇൻറ്റു R എത്രയാണ്? 5/100 ഹോൾ സ്ക്വയർ. അതായത് 5/100 ഇൻറ്റു 5/100 ഇതല്ലേ.
അപ്പൊ ഇവിടെ 0 ഒരു 0 കൂടിയും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ 10ല് 5 2 പ്രാവശ്യം, ഇവിടെ 2 ഒരു പ്രാവശ്യം. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? 5 രൂപ എന്നുള്ളതാണ് വ്യത്യാസമായിട്ട് വരിക. അപ്പോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 2 വർഷത്തേക്കാണ് വെച്ചെങ്കിൽ ഉള്ള വാക്യമാണ് P ഇൻറ്റു R/100 സ്ക്വയർ എന്നുള്ളത്. P എന്ന് പറഞ്ഞ മുതല്, R എന്ന് പറഞ്ഞ റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തുക 25% നിരക്കിൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാറുണ്ട്. അതായത് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100/6 ചെയ്താൽ മതി. അതായത് ഇരട്ടിയാവണത് എപ്പോഴാണ്? 100/6 അതായത് 100/25 എത്രയാണ്? 4 വർഷം കൊണ്ടാണ് ഇരട്ടിയാവുക. ഇപ്പൊ നോക്കൂ, എങ്ങനെയാണ്? ഒരു തുക 100 എന്ന് വിചാരിക്കൂ. 25% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25/100 അല്ലേ? അപ്പൊ 25 രൂപയാണ് ആദ്യത്തെ കൊല്ലം കിട്ടുക. പിന്നത്തെ കൊല്ലം ഒരു 25 കൂടിയും കിട്ടും. പിന്നത്തെ കൊല്ലം ഒരു 25 കൂടിയും കിട്ടും. അങ്ങനെ 100 ആവാൻ എത്ര 25 വേണം? 4 25 വേണം അല്ലേ? ആ 4 വർഷമാണ് നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന് പറയുന്നത് 2000 രൂപ 5% നിരക്കില് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇട്ടു. ബി എന്ന് പറയുന്നത് 2000 രൂപ 5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇട്ടു. 2 വർഷം കഴിഞ്ഞപ്പോ വ്യത്യാസം എത്ര? എങ്ങനെയാ ഞാൻ കാണാൻ പറഞ്ഞത്? P ഇൻറ്റു R/100 സ്ക്വയർ അല്ലേ? പക്ഷേ നമുക്ക് എന്താണ് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 5% ആണ് രണ്ടിലും തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് P എന്ന് പറയുന്നത് എന്താണ്? 2000 ഇൻറ്റു 5%, 5/100 ഇൻറ്റു 5/100. ഇത് തന്നെയല്ലേ നമ്മൾ ആദ്യമേ ചെയ്തത്? 10ല് 5 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു അല്ലെ? 5 രൂപ എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ വേറെ ആക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല. ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കാന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3000 രൂപ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 630 രൂപ. നിരക്ക് എത്ര? നമുക്ക് എന്താ തന്നിരിക്കുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? 630 രൂപയാണെന്ന്. അപ്പൊ 3000 രൂപ എന്തായി? 3630 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ 630 രൂപയാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? 630 രൂപയാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ 630/3000 അല്ലെ? എത്ര ശതമാനമാണ് അത് എന്ന് പറയണത്? 100. ഇവിടെ എന്ത് വരും? 2 3 6 1 21% അല്ലെ? 21%. 2 വർഷത്തേക്ക് 21% വെച്ചെങ്കിൽ ഒരു വർഷത്തേക്ക് എങ്ങനെയാവും? അതായത് ആദ്യത്തെ വർഷം 10% വെച്ചെങ്കിൽ പിന്നത്തെ വർഷം എന്താണ്? 10ന്റെ 1% കൂടി 10ന്റെ 10% കൂടിയും വരും. അതായത് ഒന്നും കൂടിയും വരും. അപ്പൊ 11% വരും. 10 + 11 എന്നല്ലേ വരിക? അപ്പൊ നമുക്ക് നിരക്ക് എന്താണ് പറയാൻ പറ്റുക? 10% എന്നുള്ളതാണ് പറയാൻ സാധിക്കുക. നോക്കൂ, ഇത് ശരിയല്ലേ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? 3000 ഇൻറ്റു P ഇൻറ്റു 1 + R/100 10/100
ഹോൾ റേസ് ടു n 2 ഈക്വൽ ടു എന്താ വരിക? 3630 വരുന്നുണ്ടോ നോക്കണം അല്ലെ. ഇവിടെ 1/10 അല്ലേ വരിക. അപ്പൊ 11/10 അല്ലേ വരിക. 3000 ഇൻറ്റു 11/10 ഇൻറ്റു 11/10 അല്ലേ. സോറി 10 ആണ്. അപ്പൊ ഇവിടെ 2 11 11 11 121 ആണ്. 121 ഇൻറ്റു 3 എത്ര വരും? 1 3 3 23 6 1 3 3 പിന്നെ 0 വരും. 3630 എന്ന് കിട്ടിയില്ലേ? കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? അപ്പൊ നമുക്ക് ആൻസർ എന്ത് എഴുതണം? 10% എന്നുള്ളതാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തുക 3 വർഷം കൊണ്ട് 1331 രൂപയും 2 വർഷം കൊണ്ട് 1210 രൂപയുമായി. നിരക്ക് എന്ത്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് വേഗത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു വാക്യം ഞാൻ പറഞ്ഞു തരാം. അതായത് R എന്ന് പറയണത്, നിരക്ക് എന്ന് പറയണത് A2/A1 -1 ഇൻറ്റു 100. ഇങ്ങനെ ചെയ്താൽ മതി. അതായത് A2 എന്ന് പറയണത് ഇവിടെ എന്താണ്? അതായത് 3 വർഷത്തെ തുകയാണ് A2 എന്ന് പറയണത്. അതായത് 1331 ഡിവൈഡഡ് ബൈ 2 വർഷത്തെ എത്രയാണ്? 1210 -1 ഇൻറ്റു 100. 1331 നമുക്കറിയാം 11 ക്യൂബാണെന്ന്. ഇവിടെ എന്താണ്? 11 സ്ക്വയർ ഇൻറ്റു 10 അല്ലേ വരിക. 11 സ്ക്വയർ ഇൻറ്റു 10 അല്ലേ വരിക. അപ്പൊ നമുക്ക് ഇവിടെ 11 ക്യൂബില് ഒരു 11 ഉണ്ടാവും, ഇവിടെ ഒരു 10 ഉണ്ടാവും. 11/10 അല്ലേ വരിക. 11 - 10/10 ഇൻറ്റു 100 ഇങ്ങനെയല്ലേ വരിക. അപ്പൊ നമുക്ക് എന്ത് വരുന്നു? 1 ഇൻറ്റു 10, അതായത് 10% എന്ന് കിട്ടി. വേഗത്തിൽ ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് പഠിച്ചു വെക്കണേ. A2/A1 -1 ഇൻറ്റു 100. അതായത് A2 എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ 3 വർഷം കൊണ്ടുള്ള തുകയാണ് A2 എന്ന് പറയുന്നത്. 2-ാം വർഷം അവസാനം നമുക്ക് കിട്ടുന്ന തുക. അതായത് 3 വർഷം കൊണ്ട് 1331 രൂപ A2. 2 വർഷം കൊണ്ട് 1210 അത് A1 -1 ഇൻറ്റു 100. ഇത് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രൂപ 10% നിരക്കിൽ ഒരു വർഷം കാൽവാർഷിക കൂട്ടുപലിശ കണക്കാക്കിയാൽ, അതായത് പാദവാർഷികം എന്നുള്ളതാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാൽവാർഷികം എന്ന് പറഞ്ഞാൽ പാദവാർഷികം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കൂട്ടുപലിശ കണക്കാക്കിയാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര? അതായത് കൂട്ടുപലിശ എത്ര? എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? ഓക്കെ, 4000 രൂപ 10% നിരക്കിൽ ഒരു വർഷം അല്ലെ. അപ്പൊ കോമ്പൗണ്ട് പാദവാർഷികമാണ് വെച്ചെങ്കിൽ നിരക്ക് എന്താവും? 10/4 ആവും അല്ലെ. അപ്പൊ 4000 ഇൻറ്റു 10/4 അല്ലെ. ഇവിടെ നമുക്ക് ആദ്യത്തെ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? P ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു n അല്ലേ കൂട്ടുപലിശയ്ക്കുള്ള വാക്യം. അപ്പൊ നമുക്ക് ഇവിടെ P എന്താണ്? 4000 ആണ് അല്ലെ. 1 + R/100 എന്ന് പറയുന്നത് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു 10/4 ചെയ്യണം എന്ന് അല്ലെ. 10/4 എന്ന് പറഞ്ഞാൽ എന്താ വരും? 2.5 അല്ലെ. 2.5 അല്ലേ വരിക. 2.5/100 ഹോൾ റേസ് ടു n എത്രയാണ്? 4 പ്രാവശ്യമാണ്. കാരണം എന്താണ്? ഒരു വർഷമാണ് വെച്ചെങ്കിലും അതില് 4 പാദവാർഷികം ഉണ്ട്. അപ്പൊ ഹോൾ റേസ് ടു 4 അല്ലേ വരിക. അപ്പൊ നമ്മൾ ഇത് ഇനി കണ്ടുപിടിച്ചാ പോരെ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ 4000 ഇൻറ്റു 1 + 2.5/100
2.5/100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 + 25/1000 എന്ന് വന്നില്ലേ? അതായത് 1025 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു അങ്ങനെ 4 പ്രാവശ്യം അല്ലേ? ഇൻറ്റു 4 വരും. അപ്പൊ നമുക്ക് ഏകദേശം ആൻസർ എന്ത് കിട്ടും? 415 രൂപ എന്നുള്ളതാണ്. 414.1 രൂപ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് കിട്ടുക. ഏകദേശം 415 രൂപയാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രൂപ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 1200 രൂപ. അതേ തുക 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര? 6000 രൂപയ്ക്ക് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 1200 രൂപയാണ് അല്ലെ? അപ്പൊ ഒരു വർഷം നമുക്ക് കിട്ടുന്നത് എന്താണ്? 1200/2 600 രൂപയാണ് കിട്ടുന്നത്. അപ്പൊ ആദ്യത്തെ വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയാലും 600 തന്നെ കിട്ടും. പിന്നെന്താ കിട്ടും? പിന്നത്തെ വർഷം 600 കിട്ടും. പിന്നെ എന്ത് കിട്ടും? 600ന്റെ എത്രയോ ശതമാനവും കിട്ടും അല്ലെ? എത്ര ശതമാനമാണ് വെച്ചെങ്കിൽ അതും കിട്ടും. അപ്പോഴല്ലേ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവണത്. അപ്പൊ നമുക്ക് എന്താണ് വരിക? അതായത് 1200ഉം പിന്നെ 60ന്റെ 2 വർഷമാണ് പറഞ്ഞിരിക്കണേ അല്ലെ? 6000 രൂപ അപ്പൊ 7200 രൂപയാവണം അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 1200 രൂപ എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ റേറ്റ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? 6000 ഇൻറ്റു 2 ഇൻറ്റു 6/100 ആണ് എന്തെന്ന് പറയണത്? 1200 എന്ന് പറയണത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് 6 കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 1200/120 അല്ലെ? 12 0 വരും. 120. അപ്പൊ നമുക്ക് എന്ത് വന്നു? 10 എന്ന് വന്നു. അപ്പൊ 10% അപ്പൊ 600ന്റെ 10% കൂടി വരില്ലേ? അത് എത്രയാണ്? 60 രൂപ. അപ്പൊ 1200ഉം പിന്നെ ഒരു 60 രൂപയും വരും. അപ്പൊ എന്താണ്? 1260 രൂപ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 500 രൂപ 12% നിരക്കിൽ 9 മാസത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? ഇതിൽ മാസമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താക്കണം? കൊല്ലാക്കണം. 9/12 എന്ന് എടുക്കണം കേട്ടോ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കാണുക? PNR/100 അല്ലെ? 1500 P. N എത്രയാണ്? കാലം. അതായത് 9/12 ഇൻറ്റു റേറ്റ് എത്രയാണ്? 12%. ഇത് കണ്ടുപിടിച്ചാ പോരെ? അപ്പൊ ഈ 12 ഈ 12 ക്യാൻസൽ ചെയ്ത് പോയില്ലേ? ഈ 100ഉം ഈ 100ഉം കളയില്ലേ? അപ്പോ 15 ഇൻറ്റു 9 ചെയ്താൽ പോരെ? 9 × 5 45 4 9 9 4 13 135 രൂപയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. വേഗത്തിൽ ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8000 രൂപ 10% നിരക്കിൽ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയാം എന്താണ് ഷോർട്ട് കട്ട് എങ്ങനെയാണ് വരിക? 8000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അതായത് 8000 രൂപയ്ക്ക് 10% നിരക്കില് എത്ര രൂപയാണ് വരിക? 800 രൂപയാണ് ആദ്യത്തെ പലിശ വരിക. പിന്നത്തെ പലിശ എത്ര വരും? 800 രൂപ വരും. പിന്നെ എന്ത് വരും? 800ന്റെ 10% കൂടിയും വരും അല്ലെ? 80 രൂപയും കൂടിയും വരും. ആ 80 അല്ലേ നമുക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഏതാണ് വരിക? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക. കാരണം എന്താണ്? നമ്മള് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തിലാണ് വെച്ചെങ്കിൽ ആദ്യത്തെ വർഷം രണ്ടും സെയിം ആവും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം ആവും, സിമ്പിൾ ഇൻട്രസ്റ്റും സെയിം ആവും. പിന്നത്തെ വർഷം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കൂടെ പിന്നെ
അതിന്റെ അത്രയും ശതമാനം കൂടിയും നമുക്ക് ഇൻട്രസ്റ്റിന്റെ ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. അപ്പൊ 800 രൂപയാണ് വെച്ചെങ്കിൽ 800ന്റെ ഈ 10% കൂടിയും കിട്ടും. അത് തന്നെയാണ് വ്യത്യാസമായിട്ട് പറയേണ്ടത്. അപ്പൊ 800 × 10/100 അതായത് 80 രൂപ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തുക 4 വർഷം കൊണ്ട് 3 മടങ്ങായി, നിരക്ക് എത്ര? എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക? അതായത് 4 വർഷം കൊണ്ട് 3 മടങ്ങായി എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എന്താണ്? 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 200% ആയി ഉണ്ടാവണം അല്ലെ, 200%. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് 4 ഇയർ കൊണ്ട് എന്താവും? റേറ്റ് എന്ന് പറയുന്നത് എന്താവും? 200/4 ആവും. അത് എത്രയാണ്? 50%. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അതായത് ഇത് ഷോർട്ട് കട്ട് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ P A = P × 1 + R/100 എന്നൊക്കെ ചെയ്തിട്ട് കണക്കാക്കണം. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 4 വർഷം കൊണ്ട് 3 മടങ്ങായി എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഒന്ന് ശരിക്കുള്ള പ്രിൻസിപ്പിൾ, പിന്നെ നമുക്ക് 2 മടങ്ങും കൂടിയാണ് കിട്ടണത്. അപ്പൊ നമുക്ക് 4 വർഷത്തില് 200% ആവണത് അല്ലെ. അപ്പൊ 4 വർഷത്തില് 200% എന്ന് പറയുമ്പോൾ റേറ്റ് എന്ത് വരും? 200/4 വരും. അതായത് 50% എന്ന് വരും. വേഗത്തിൽ ആൻസർ കിട്ടും. ഇങ്ങനെ ഷോർട്ട് കട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും നിങ്ങൾക്ക് PSCയിൽ ചോദിക്കുക. 1500 രൂപ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 525 രൂപ, നിരക്ക് എത്ര? ഇതിലൊന്നുമില്ല. എന്താണ്? 2500 രൂപയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായി? 525 രൂപ. അതായത് പലിശയടക്കം മുതൽ എന്ന് പറയുന്നത് എത്രയാവും? 3025 ആവും അല്ലെ. 3025 ആവും. നമുക്ക് ഇനി എന്താ പറയേണ്ടത്? റേറ്റ് ആണ് കാണേണ്ടത് അല്ലെ. അപ്പൊ 525 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. 525 ഡിവൈഡഡ് ബൈ എത്രയില്? 2500 അല്ലെ, 2500. അപ്പൊ നമുക്ക് എത്ര വരും? 25 ഇതില് എത്ര പ്രാവശ്യം പോവും നോക്കൂ. ഇവിടെ 100 പ്രാവശ്യം, ഇവിടെ എന്ത് വരും? ഇവിടെ 25 2 ആണ് 50, പിന്നെ 25-ല് 5 പ്രാവശ്യം അല്ലേ. ഒരു മിനിറ്റ്. 525 ഡിവൈഡഡ് ബൈ 2500 അല്ലേ. അപ്പൊ ഇവിടെ 25 നോക്കിയാൽ മതി. എത്രയാണ്? 2, പിന്നെ 25-ല് 2 25 50, പിന്നെ 25 ആവുമ്പോ 5 അല്ലെ, 25. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ ഓപ്ഷനിൽ നിന്ന് എടുക്കാം. 2500 രൂപ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 525 രൂപ, നിരക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എ എന്ന് പറയുന്നത് എത്രയാവണം? 3025 ആവണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. 2500 ഇൻറ്റു എത്ര ശതമാനം? 8% ആണ് വെച്ചെങ്കിൽ എന്ത് വരും? 8/100 അല്ലെ. അപ്പൊ 25 8 എത്ര വരും? 8 5 40, 4 2 16, 4 20. 200 രൂപ ഒരു വർഷത്തേക്ക്. രണ്ടാമത്തെ വർഷം 200 രൂപ, 400 ആയി. ഇനി 200-ന്റെ 8% കൂടി, അപ്പൊ എന്ത് വരും? 16 രൂപയും കൂടി വരും. അപ്പൊ 416 എന്ന് വരുള്ളൂ. അപ്പൊ ഇതല്ല, 8% അല്ല. ഇനി 10% ആണ് വെച്ചെങ്കിൽ എന്ത് വരും? 2500-ന്റെ 10% ആദ്യത്തിൽ വരും അല്ലെ, 10% വരും. അപ്പൊ 250 രൂപ വരും. പിന്നത്തെ വർഷം 250 രൂപ വരും അല്ലെ. പിന്നെ 250-ന്റെ 10% കൂടി വരില്ലേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവുമ്പോ. അപ്പൊ നമുക്ക് 25 രൂപയും കൂടി വരും. അപ്പൊ 500-ഉം 25-ഉം 525 കിട്ടി. അപ്പൊ ഏതാണ് ആൻസർ?
ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഏത് വിധത്തിലാണോ നമുക്ക് വേഗത്തിൽ കിട്ടാൻ പറ്റുക ആ വിധത്തിലാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വേഗത്തിൽ ചെയ്യാൻ കിട്ടുക എന്നുള്ളത് കേട്ടോ. നമ്മള് കുറേ ഭാഗങ്ങൾ കഴിഞ്ഞു. HCF LCM കഴിഞ്ഞു, പിന്നെന്താണ് ശ്രേണികൾ കഴിഞ്ഞു, പിന്നെന്താണ് സമാന്തര ശ്രേണിയും സമഗുണിത ശ്രേണിയും കഴിഞ്ഞു. ഇപ്പൊ പലിശ നിരക്ക് കഴിഞ്ഞു, പലിശ കഴിഞ്ഞു, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ വർക്ക് ആൻഡ് ടൈം അത് നോക്കിയിട്ട്. അപ്പൊ അങ്ങനെ കുറേ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എത്ര ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തരാൻ എളുപ്പമാണ്, കാരണം എൻ്റെ കയ്യിൽ നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏത് ഭാഗത്ത് നിന്ന് വേണോ അത് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.